ബോക്സിംഗ് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ടായിരിക്കും. ഫോണിന് പോലും നല്ല ദിവസമാണ് കരുതുന്നത്. അല്ല ഫോൺ ഇത് 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 ഒരു എക്സ്ക്ലൂസീവ് ആയിരിക്കും നിങ്ങൾക്ക്. ഇത് ഒരാളിനെ ഇപ്പൊ കാണിച്ചു തരുന്നത്. എക്സ്ക്ലൂസീവ് ആണ്. ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. തൊപ്പി ഇവിടെ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ അടുത്ത ആള് തൊപ്പി എടാ ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഹലോ തൊപ്പി മാൻ, ഇവിടെ ഇവിടെ ഇന്റർവ്യൂ ഇതാണ് ഇതാണ് പറയാ തൊപ്പി എന്ന് പറയാം. പൊട്ടല്ല കേട്ടോ, പേര് അനീഷ് എന്നാണ്. അതാണ് അവന്റെ സംസാരം. അത് പറയാളിയാ നീ മറ്റേ ആവേശത്തിലാ ആരെ പറ. ഓ ജിൻഡപ്പൻ അവിടെ ഉണ്ടോ? ഞാൻ ജിൻഡപ്പൻ. എടാ ജിൻഡോ, നിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. യവൻ തൊപ്പി എന്നെ കുറച്ച് നേരത്തിന് മുമ്പേ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പിന്നെ ജിൻഡപ്പൻ ജിൻഡ ബ്രോ ഹായ്. ജിൻഡ ബ്രോ ഓ ഞാൻ കാണിക്കാം. ഓക്കെ ജിൻഡോ, നീ പറഞ്ഞു നീ ബിഗ് ബോസിൽ പിന്നെ കപ്പ് അടിച്ചു കഴിഞ്ഞാല് പിന്നെ മറുപടി എടുത്തോട്ടെ. ബ്രോ പൊട്ടനല്ല, ചെവി നല്ലപോലെ കേൾക്കാം, നല്ലപോലെ സംസാരിക്കുന്ന ആളാ കേട്ടോ. പൊട്ടന്ന് വേറെ ആരെങ്കിലും വിളിച്ചാൽ കേട്ടോ. എടാ ജിൻഡോ, നീ എല്ലാവർക്കും ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ് ബിഗ് ബോസിന് കിട്ടുന്ന ഇത് ക്യാഷ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 3,33,000 രൂപ വെച്ച് വരും. ബൈ ഹാപ്പി അടിപൊളി. ഇത് കട്ടായോ? ഇവൻ മറ്റേ ചാറ്റിന്റെ ഇവന്റെ ക്യാരക്ടർ ഇതാണ്. അല്ല, ഇവന്റെ ക്യാരക്ടർ ഇതാണ്, തൊപ്പിയുടെ ക്യാരക്ടർ ഇതാണ്. പൊട്ടൻ അടുത്തിരിക്കുന്ന ആരൊക്കെ കുറെ പൊട്ടന്മാർ സംസാരിക്കുന്നുണ്ട്. തൊപ്പിയോട് പറയാനുള്ളത്, പൊട്ടൻ നിന്റെ വീട്ടിലിരിപ്പുണ്ട്, ഞാനല്ല പൊട്ടൻ, മനസ്സിലായല്ലോ. അതുപോലെ നിന്റെ കൂടെ ഇരുന്ന കുറെ പേര് പൊട്ടൻ എന്ന് പറഞ്ഞു. അദ്ദേഹം റെസ്പെക്ട് ഉണ്ടായിട്ടാണ് എന്നെ അടുത്ത് കാണിച്ചത്. കൂടെ ഇരിക്കുന്നവർക്കും പറയുന്നത് നിങ്ങളാണ് ലോക പൊട്ടന്മാർ, ഞങ്ങളല്ല പൊട്ടന്മാർ, മനസ്സിലായല്ലോ. പിന്നെ ജിൻഡോട് ചോദിച്ചത് ഇക്കാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു ബ്രോ, ഇതുപോലെ തന്നെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് തോപ്പി അവിടെ വിളിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തത്. ഇതുപോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് പുള്ളിക്കാരനെ നേരിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങൾ സംസാരിച്ചത് അല്ലേ? അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നിങ്ങളെ എത്ര രീതിയിലാണ് ഇൻസൾട്ട് ചെയ്തത്? അതാണ് പറഞ്ഞത് അല്ലേ? അതുപോലെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അത് രണ്ട് രീതിയിൽ, ഒന്ന് ഡയറക്റ്റ് ആയിട്ട്, ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട്. മനസ്സിലായോ? അതാണ് ആൾക്കാർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം പിന്നെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എത്ര കരിവാരി തേക്കാനും എത്ര അപഹാസ്യപ്പെടുത്താനൊന്നും ആർക്കും ഈ കാലത്ത് ഒരു മടിയില്ല. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഫിനാലയിൽ വിളിക്കാത്തതിന് ഭയങ്കര വിഷമമുള്ളതായിട്ടൊരു വീഡിയോ കണ്ടു. അതെ. എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞത്? ആ വിഷമം പ്രകടിപ്പിച്ചപ്പോൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഷോയില് ചോരയും നീരും കൊടുത്ത്, അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷനോട് കൊടുത്ത് നിന്നിട്ടുള്ള ഒരാളാണ്. അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനെ പല സംഭവങ്ങൾ സംഭവിച്ചു. ഞാൻ അവിടെ നിന്ന് പുറത്തായി. അവർക്ക് വിളിക്കാതിരിക്കുക, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അതിൽ ഒരു കണ്ടന്റ് ഇപ്പം എന്നെ ടോട്ടലി അവർ അവോയ്ഡ് ചെയ്തു. കാര്യം എൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലും അവരോടത്തും കാണിച്ചില്ലായിരുന്നു. എൻ്റെ ഒരു പേര് പോലും ഒരിടത്തും മെൻഷൻ ചെയ്തില്ല. പക്ഷേ എൻ്റെ കുപ്പി എടുത്ത് തക്കായിട്ട് അവരെടുത്ത് ഇട്ടിട്ടുണ്ട് അവർ സ്കിറ്റിൽ. റോക്കി 16 ദിവസം കുടിച്ച കുപ്പി 10 ലക്ഷം ആണെങ്കിൽ എൻ്റെ കുപ്പി 20 ലക്ഷത്തിന് ഞാൻ കൊടുത്തുവിടുക എന്നുള്ളത്. അതിന് അവർക്ക് അപ്പം ഇത്രയ്ക്ക് ആശയ ദാരിദ്ര്യം ഉണ്ടോ? അതിന് റോക്കി ഭായ് വേണ്ടി വന്നോ ഈ ഒരു സ്കിറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി? പിന്നെ എനിക്കൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആരാണ്? ഇതിൽ ഈ ഒരു അടിയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് ആർക്കാണ്? ഷോയ്ക്ക് തന്നെയാണ്. ഷോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട പിന്നെ എപ്പിസോഡ്, ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള TRP കയറിയ എപ്പിസോഡ് സോഷ്യൽ മീഡിയയിൽ. അപ്പം ഇതിൽ കാര്യം അവരതിനെ അങ്ങനെ എടുത്ത് അങ്ങനെ സെല്ല് ചെയ്തു അല്ലേ? ആ സെല്ല് ചെയ്തപ്പോഴത്തേക്ക് അതിലുള്ള വിക്റ്റമായി ഞാനും ജോയ് നമ്മളൊക്കെ അതിൽ വിക്റ്റമാണ്. പക്ഷെ അത് ആ ഒരു ഇത്രയും ഒരു സംഭവം ഒരിക്കലും ഒരു എല്ലാ ബിഗ് ബോസിലും അടിയും പ്രോബ്ലം എല്ലാം ഉണ്ടാവുന്നുണ്ട് ബ്രോ. അന്നും പുറത്ത് കാണിക്കാത്തതാണ്. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അന്ന് ചെന്നൈയിലുള്ള 2-3 പയ്യന്മാർ പറഞ്ഞു അതിൻ്റെ മുമ്പുള്ള ചെന്നൈയിലുള്ള സീസണിലൊക്കെ വലിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ട്രാൻസ് വുമൻ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അതിനകത്ത്. സോ അതവർ കാണിച്ചിട്ടില്ല പുറത്ത്.
ട്രാൻസ്ഫോൺ ആരാണ് അതിനകത്ത് കഴിഞ്ഞ വർഷം അതിന് കാല അവർ ആദ്യം എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ തന്നെ അവർ എവിക്റ്റായി പോയി. അതിനകത്ത് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യത്തിൽ. പിന്നെ എന്നിട്ട് ഇത് വന്നിട്ട് അവർ അങ്ങനെ അങ്ങ് എല്ലാം എടുത്ത് ടെലികാസ്റ്റ് ചെയ്ത് അല്ലേ, ഒരാളിൻ്റെ മാനസിക നിലയോ അല്ലെങ്കിൽ ഒന്നും വില വെക്കാണ്ട് ഇപ്പം അത് അത്രയും ഇമ്പാക്റ്റോടുകൂടി പുറത്ത് പോയത് കൊണ്ടാണ് ഇപ്പോഴും എന്നെ ആൾക്കാരെല്ലാം ഒരു അറഗൻ്റായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആൾക്കാർ എന്നെ കാണുന്നത്. എന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇതിലും എന്നെ എത്രത്തോളം മോശമാക്കാൻ പറ്റി അത്രത്തോളം അവർ മോശമാക്കുകയും ചെയ്തു. അപ്പം എന്നിട്ട് ലാസ്റ്റ് നമ്മളെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോറ്റുപോയവർക്കാണ് ഉള്ളതും കൂടെയാണ് ഈ ലോകം അല്ലേ. തോറ്റുപോയവർ ഒരു ദിവസം ജയിക്കും തീർച്ചയായിട്ടും. അല്ല ഒരു ദിവസം എനിക്ക് ഒരു ദിവസം വരും, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഈ അതിനകത്ത് ഈ ഫിനാലേക്ക് വിളിച്ചാൽ ഓക്കെ അതൊക്കെ ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ ചില കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒക്കെ പുറത്ത് ഇറങ്ങിയ ശേഷമാണ് അതിന് പ്രതികരിച്ചത്. ഈ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് പൈസ മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ പറഞ്ഞ ആൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ് പറഞ്ഞത്. അത് എന്തെങ്കിലും ഇല്ലാതെ എന്തായാലും ആൾ ഇങ്ങനെ സംസാരിക്കില്ല. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സീസൺ 1 മുതലേ ഉണ്ടാവണമല്ലോ അല്ലേ. അതെ, സീസൺ 5-ലാണല്ലോ പുള്ളിക്കാരൻ വന്നത്. അഖിൽ വന്നത് സീസൺ 5-ലാണ്. സ്റ്റാർട്ടിങ് 1 മുതലേ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഉള്ള അഖിലിന് അതൊന്നും ഇതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടായിരുന്നോ? അതൊന്ന്. രണ്ടാമത് പിന്നെ അഖില് ഈ ലുലുമോള് മുണ്ടുപൊക്കൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് ഈ ലോകത്തും കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായ ഷോയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിഗ് ബോസിനെ തള്ളി പറയുന്നത്. അപ്പം ഒരാൾ തന്നെ 2 പ്രാവശ്യം തള്ളി പറയുകയും 1 പ്രാവശ്യം അതിനെ മഹത്വവൽക്കുകയും ചെയ്തിട്ട് അവസാനം പിന്നെ ഉരുണ്ട് പിരണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള തിങ്സേ ഉള്ളൂ. ലൈവിൽ നിൽക്കുക എല്ലാവരും അല്ലേ, ഇന്റർവ്യൂസ് കിട്ടട്ടെ, സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ, പുതിയ പിന്നെ സാഹചര്യങ്ങൾ കിട്ടട്ടെ. അപ്പം അതിനു വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളായിട്ടാണ്. പിന്നെ കാസ്റ്റിംഗ് കൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. പോയി കംപ്ലൈൻറ്റ് കൊടുക്കത്തില്ല. ഇത്രയും വലിയ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ ഇത് അല്ലേ. ഒരു ലേഡിയൊക്കെ ചെന്ന് നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഹയർ ആൾക്കാരെ കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുത്ത അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയും ഇത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അതിനെതിരെ ഒരു അന്വേഷണം പോലും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരു കഴമ്പില്ലാത്തത് കൊണ്ടായിരിക്കത്തില്ലേ അല്ലേ. ആരും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല, പുള്ളിക്കാരൻ മാത്രമേ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതൊക്കെ എനിക്ക് അതുപോലെ തന്നെയാണ് നമ്മളെ സിബിൻ ഉന്നയിച്ചിട്ടുള്ള കുറെ പ്രോബ്ലംസ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ബ്രോ. നമ്മൾ കുറെ വിശേഷങ്ങൾ പറഞ്ഞു, കുറെ അധികം സമയമായി. ഈ ലാസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇപ്പം ജിൻഡോടെ ഒരു ലൈവ് കോൾ വന്നു, ജിൻഡോ ചേട്ടൻ്റെ. അതിനകത്ത് ഇപ്പൊ ചോദിച്ചു 3,30,000 കൊടുക്കുമെന്ന് വെച്ചപ്പോൾ എന്താണ് പുള്ളിയുടെ എക്സ്പ്രഷൻ? എന്തായിരുന്നു എക്സ്പ്രഷൻ? കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ നമ്മൾ അതിനകത്ത് ഉള്ള സമയത്തും പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിച്ചു. ഭയങ്കര നാടകീയമായിട്ടുള്ള എക്സ്പ്രഷനാണ്, എല്ലാത്തിനും നാടകീയത നിറഞ്ഞ എക്സ്പ്രഷനാണ്, നിഗൂഢത നിറഞ്ഞ എക്സ്പ്രഷനാണ്. അതുപോലത്തെ ഒരു എക്സ്പ്രഷനായിരുന്നു. സോ പറഞ്ഞ വാക്കിന് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അന്ന് അമ്മേനെ കൊണ്ട് സത്യമൊക്കെ ഇട്ട് കേട്ടോ, അമ്മയെ കൊണ്ട് സത്യമൊക്കെ ചെയ്തായിരുന്നു ജിൻഡോ. മാറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു നിന്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയാണ് ഞാൻ കൊടുക്കുന്നത്. കാര്യം അന്ന് റോക്കിയും ബാക്കി എല്ലാ ടീമും അതിനകത്തുണ്ട്. ജിൻഡോയ്ക്ക് 1% ഉണ്ടായിരുന്നുള്ളൂ ചാൻസ്. അതുകൊണ്ട് റോക്കി ജിൻഡോ ആണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സത്യത്തിനൊക്കെ വിലയുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ട. ഈ സീസണിൽ തന്നെ വന്നിട്ടുള്ള വളരെ കഷ്ടത 1-2 പേരൊക്കെ ഉണ്ട്, അവരെ സഹായിക്കാൻ ജിൻഡോ ഒരു മനസ്സ് കാണിച്ചാൽ അപ്പോഴും വേണമെങ്കിൽ പറയും റോക്കി ബോയ് അങ്ങനെ ചെയ്തുകൂടെ, എന്തിനാ ജിൻഡോ ചെയ്യണേന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല ബ്രോ, അതെല്ലാം ഞാൻ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അത് എനിക്ക് ഇവിടെ പ്രൂവ് ചെയ്യണ്ട. പക്ഷെ ജിൻഡോ പറഞ്ഞു ഇതിനകത്തുള്ളവർക്ക് കൊടുക്കുമെന്ന്. ജിൻഡോ പറഞ്ഞു, അത് അമ്മയെ കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യണം. വാക്ക് പറഞ്ഞിട്ട് പാലിക്കണ്ടേ. അതും ബിഗ് ബോസിന്റെ കപ്പ് ഹോൾഡർ. അതെ തീർച്ചയായിട്ടും അല്ലേ, വാക്കിന് വിലയില്ലാത്തവനാണോ കപ്പ് ഹോൾഡർ? അത് ഭയങ്കര മോശമായി പോകും.